നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അച്ചപ്പത്തിന് ഇനി മുതൽ ബാപ്പാപ്പം അഥവാ ഉപ്പാപ്പം എന്നൊക്കെ പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അച്ചൻകോവിലാർ, നമ്മൾക്കറിയാം അച്ചൻകോവിലാർ എന്നൊരു ആറുണ്ട്, അതിന് ഈ ബാപ്പാ കോവിലാർ എന്നൊക്കെ വിളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട്, അയാൾ ഒരു കുഞ്ഞിൻ്റെ പിതാവായി അഥവാ അച്ഛനായി. അച്ഛൻ അമ്മ എന്നൊക്കെ നമ്മളെല്ലാവരും ഇതുവരെയും മതമൊന്നും നോക്കാതെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ അമ്മ എന്ന ആ മഹനീയമായ രണ്ട് വാക്കുകളാണ്. അപ്പോൾ സജീർ കോപ്പം എന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായി, ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ കുട്ടിയെ, തൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സഹിതമാണ് ഈ പോസ്റ്റ് ചെയ്ത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് എന്നെക്കൊണ്ട് ആദ്യം പറയിച്ച കാര്യങ്ങൾ പറയിച്ചത്. അതെന്താണെന്ന് നിങ്ങൾ ഓരോന്നായിട്ട് കണ്ടു നോക്കുക. ഉപ്പ എന്ന് പറയാൻ കുറച്ചിലായിരിക്കും, ഏതായാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ് ഒരു കമൻറ്റ്. അടുത്ത കമൻറ്റ്, ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ കൊച്ചിൻ്റെ അച്ഛനല്ല എന്ന് പോലും പറഞ്ഞു വെച്ചിരിക്കുകയാണ് മതഭ്രാന്തൻ. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുന്നത്? സാധാരണ നമ്മുടെ മനുഷ്യരുടെയൊക്കെ തലയിലുള്ളത് തലച്ചോറാണ്. ഇവരുടെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മതം പഠിപ്പിക്കുന്നവരായിരിക്കാം. ഇവരുടെ ഈ തലച്ചോറ് എടുത്ത് മാറ്റിയിട്ട് അവിടെ മതച്ചോറ് നിറയ്ക്കുന്നതുകൊണ്ടാണ് ഇത്തരം വർത്തമാനമൊക്കെ പറയേണ്ടി വരുന്നത്. അടുത്ത ആൾ, ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിമായ ആരും അച്ഛനാകാറില്ല, ബാപ്പയാണ് ആകാറ്. ഓഹോ, അത് ശരി. കൃത്യമായിട്ട് ഇനി മുസ്ലിം ഭാഷ തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുറേ കാലം കൊണ്ട് മുസ്ലിം ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും ആളുകൾ അതിനെ ട്രോളുകയും വാർത്തയൊക്കെ ചെയ്തപ്പോൾ അയ്യോ എല്ലാവർക്കും ഇസ്ലാമോഫോബിയയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. എങ്ങനെ മാറ്റി നിർത്താതിരിക്കും? ഇതാണ് നിങ്ങളുടെ പരിപാടി. നിങ്ങളുടെ കയ്യിരിക്കുന്ന മുസ്ലിമിന് തന്നെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അയാൾ ഇത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അങ്ങനെ ഞാനും അവൻ്റെ അച്ഛനായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഉടനെ അയാൾ ആ ബാപ്പ എന്ന് പറയേണ്ട സ്ഥാനത്ത് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ കുഞ്ഞിൻ്റെ അച്ഛനല്ല, ആ സ്ഥാനത്തിരിക്കാൻ നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് വരെ ഒരുത്തൻ പോസ്റ്റ് ഇടണോ, ഒരുത്തൻ കമൻ്റ് ഇടണമെങ്കിൽ ഇവൻ്റെയൊക്കെ തലയെ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്ത് അടിസ്ഥാനപരമായി എന്ത് യോഗ്യത, എന്ത് അർഹതയാണ് അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ ആ വ്യക്തിക്കുള്ളതെന്ന് നോക്കുക. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ഒരുപാട്. വേറൊരാൾ നീട്ടിപ്പിടിച്ച് അതൊരു എസ്സേ പോലെ എഴുതിയിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിമായ ആരും അച്ഛനാകാറില്ല, ബാപ്പ ബ്രാക്കറ്റിൽ ഉപ്പയാണ് ആകാറ്, നേരെ മറിച്ച് താങ്കൾക്ക് പിതാവെന്നും എഴുതാമല്ലോ സഖോ, അതിന് ആരും ഒന്നും പറയില്ല. അതായത് അച്ഛൻ എന്ന് എഴുതരുത്, പിതാവെന്ന് എഴുതിയാലും കുഴപ്പമില്ല. അച്ഛൻ അതായത് ആ മുസ്ലിമിൻ്റെ ഭാഷയാണത്രേ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ വിളിക്കുന്നതാണത്രേ അച്ഛൻ. അതാണ് പുള്ളിക്ക് വിഷമമായിപ്പോയി. ഇനി ഡാഡി എന്ന് എഴുതിയാലും പ്രശ്നമായിരുന്നു കേട്ടോ. പിതാവെന്ന് എഴുതിക്കോ, കുഴപ്പമില്ല, എന്നാലും അച്ഛ എന്ന് വിളിക്കരുത് എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക, കാലം പോയ പോക്കെ. സ്വന്തം ജോലിക്ക് വേണ്ടി സ്വന്തം അസ്തിത്വം വരെ പണയം വെക്കേണ്ട സ്ഥിതിയാണ് അല്ലേ ബ്രോ. വ്യൂവേഴ്സും ഫോളോവേഴ്സും അഥവാ കുറഞ്ഞല്ലോ, നട്ടലിന് പകരം വാഴപ്പിണ്ടി ആയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. ഇത് ഈ കമൻറ്റ് കാണുമ്പോഴാണ് ഓർക്കുന്നത്, ഒരുപക്ഷെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളായിരിക്കണം ഈ പോസ്റ്റ് ഇട്ടത്. അപ്പം വ്യൂസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അദ്ദേഹം മതേതരം കളിച്ചതാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. മതേതര കേരളമാണ്, മറ്റതാണ് മറിച്ചതാണ്, മാങ്ങാ തൊലിയാണെന്നൊക്കെ നാഴിക 40 വട്ടം പറയുന്നവരാണ് സ്വന്തം കുഞ്ഞിന് അച്ഛനായി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കിടന്ന് കാണിക്കുന്ന പ്രാന്ത്, മതഭ്രാന്ത്. താലിബാനൊക്കെ എത്രയോ ഭേദം. കാലത്തിനനുസരിച്ച് കോലം മാറും. അതുകൊണ്ടല്ലേ ഉപ്പ എന്ന് പറയേണ്ട സ്ഥാനത്ത് നീ അച്ഛൻ എന്ന് എഴുതിയത്. പിതാവെന്ന് മതിയായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഉപ്പ എന്ന് പറയണമായിരുന്നു, പിന്നെ കുട്ടിയെ ഒന്ന് എടുക്കാമായിരുന്നു. എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു. അയാളുടെ കുഞ്ഞ്, അയാളും അയാളുടെ ഭാര്യയും അയാളുടെ മാതാവുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ അയാൾ ആ ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഈ കിഴങ്ങൻ ഇത് പറയുന്നതുകൊണ്ട് അയാളുടെ കുഞ്ഞിനെ എടുക്കാതിരിക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത ഫോട്ടോ ഇടണം പറഞ്ഞു. എന്തൊക്കെ നോക്കണം. ഇവനെയൊക്കെ നല്ല നേരം നോക്കി നമ്മൾ പിരിവിട്ട് കാശും കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് അഫ്ഗാനിലേക്ക് പറഞ്ഞു വിടാം. സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇതുപോലുള്ള പ്രാന്തന്മാരുടെ ഇടയ്ക്കൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ഉറപ്പിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരാൾ അച്ഛനായി, ഒരു കുഞ്ഞിൻ്റെ അച്ഛനായപ്പോൾ ആ സന്തോഷത്തിനിട്ട് അങ്ങനെ ഞാനും അവൻ്റെ അച്ഛനായി എന്ന് പറഞ്ഞിട്ട് ബേബി ബോയ് എന്ന് പറഞ്ഞിട്ട ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന ഏതാനും കമൻറ്റുകളാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത്രയൊന്നും അല്ല കിടക്കുന്നത്. അപ്പോൾ എത്ര മതഭ്രാന്തന്മാർ നമ്മുടെ ഇടയിൽ താമസിക്കുന്നുണ്ടെന്ന് ഓർത്താൽ. അപ്പോൾ പറ്റിയ ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇവറ്റകൾ. ഇനിയിപ്പോൾ അച്ഛൻ എന്നുള്ള വാക്ക് തന്നെ ഇവന്മാർ നിരോധിച്ച് കളയും. അച്ഛൻ കോവിലാറിൻ്റെയൊക്കെ പേര് മാറി എത്ര കാര്യങ്ങളുണ്ട് ഇത് അച്ഛൻ കൂട്ടിയുള്ളത്. ഇനി അമ്മയെന്നൊക്കെ വിളിക്കാമോ എന്തോ, ഉമ്മയെന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ ഈ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ഉമ്മ നമ്മൾ ആ ഉമ്മ എന്നുള്ള വാക്ക് 2 കാര്യങ്ങളുണ്ട്. എന്താ പറയുക, ഇഷ്ടമുള്ളവർക്ക് ഉമ്മ കൊടുക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ഉമ്മയെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവർ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ഇനി അതും പ്രശ്നമാവുമോ?
ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവന്മാർ എങ്ങോട്ടാണ് ഈ കയറി പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും വിമർശിച്ചാലോ, അയ്യോ ഇസ്ലാമോ ഫോബിയാണ്, ഞങ്ങളോട് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നീയൊക്കെ ആദ്യം മര്യാദയ്ക്ക് ഈ സമൂഹ ജീവിയെ പോലെ ജീവിക്കുക. എവിടെയാണ് ജീവിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക. നീ ഒന്നും പാകിസ്ഥാനിലും അല്ല, ബംഗ്ലാദേശിലും അല്ല, അഫ്ഗാനിസ്ഥാനിലും അല്ല, നീക്ക് ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. 80% മുകളിൽ 100 കോടിക്ക് മുകളിൽ ഹൈന്ദവർ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുള്ള ഇത്രയും സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയും ആയിട്ട് പോലും ഇപ്പോൾ ഈ കേരളത്തിൽ കുറച്ചെന്തോ അവരായിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട്. അതിൻ്റെ അഹങ്കാരമാണ് ഈ കാണുന്നത്. 10-15 വർഷത്തിന് മുന്നേ ഇവനൊന്നും നാവ് പൊങ്ങിയില്ലായിരുന്നല്ലോ, ഒരുത്തനും കമാന്ന് മിണ്ടില്ലായിരുന്നല്ലോ. ഇപ്പോൾ കുറച്ച് ശതമാനം കൂടിയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരവും നെകളിപ്പുമാണ്. അല്ലാതെ എന്താണിത്? ഇത്രയും വർഗീയത പറയുന്ന പറ്റി ഏതൊരു കൂട്ടരുണ്ട്? ബെറ്റ് ഏതെങ്കിലും മാസം ഇങ്ങനെ കിടന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഹിന്ദുക്കൾ ഡാഡിയെന്നും മമ്മിയെന്നും വിളിക്കുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വാക്കങ്ങോട്ട് വന്നപ്പം അച്ഛാന്ന് വിളിച്ചു പോയത്രേ, അച്ഛാന്ന് വിളിച്ചു പോയത്. വെറുതെ അല്ല, ലോകം മുഴുവൻ പണി മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മാറിയിരുന്ന് ഇരവാദം പറഞ്ഞില്ല. ഇപ്പോൾ ആ ഇരവാദവും ചിലവാകാതെ സ്വന്തം കൂട്ടുകാരും പോലും എങ്ങനെയുടെ ഇനി നിന്നെയൊക്കെ വിശ്വസിക്കുന്നത്? ഇതൊക്കെയല്ലേ നിൻ്റെ കയ്യിരിപ്പ്. കൂടുതൽ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും.